യുവവാണി. തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്. രോഗികളിലെ IV ഡ്രിപ്പ് വയർലെസ്സായി നിരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ തയ്യാറാക്കിയ ഈവ് ലാബ്സ് സ്റ്റാർട്ടപ്പിന്റെ സാരഥി വിഷ്ണു MS സംസാരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. കേരളം ഇന്നിപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കൂടെ ഒരു നാടായിക്കൊണ്ടിരിക്കുകയാണ്. പല സക്സസ് സ്റ്റോറീസ്, നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ പല വിജയകരമായ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ന് യുവവാണിയിൽ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഇതുപോലെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ്. ഈവ് ലാബ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കളമശ്ശേരിയിലെ മേക്കർ വില്ലേജിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ്. അവർ ഹെൽത്ത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ആരോഗ്യരംഗത്ത് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആശയമായിരുന്നു അവരുടേത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈവ് ലാബ്സിൻ്റെ CEO ആയ വിഷ്ണു MS നമ്മോടൊപ്പം യുവവാണിയിലുണ്ട്. വിഷ്ണു, സ്വാഗതം. താങ്ക് യു. വിഷ്ണുവിൻ്റെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രധാന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഡ്രിപ്പ് മോണിറ്റർ ചെയ്യുന്ന, ആശുപത്രിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വന്ന് നമ്മൾക്ക് ഡ്രിപ്പ് ഇട്ടു എന്നൊക്കെ പറയുന്ന ആ സാധനം മോണിറ്റർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ശരിക്കും ഇതൊരു നഴ്സ് വന്നിങ്ങനെ ഇടയ്ക്ക് വന്ന് ആ കുപ്പിയിലൊക്കെ ലെവലുണ്ടോ നോക്കും, അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരോട് പറയും അതിൽ ഇത് തീർന്നാൽ പറയണം കേട്ടോ എന്നൊക്കെ പറയും. ഈ സാധനം ഒരു മെഷീൻ വെച്ച് ഇതിനെ മോണിറ്റർ ചെയ്യാം, ഇതിൽ കൃത്യമായിട്ടാണോ ആ രോഗിക്ക് ഡ്രിപ്പ് വീഴുന്നതെന്നൊക്കെ അറിയാം എന്നതായിരുന്നു വിഷ്ണുവിൻ്റെ കമ്പനിയുടെ ആശയം. എങ്ങനെയാണ് ഈ ഒരു ഡിവൈസിലേക്ക് എത്തിയത്? ഈ ഒരു ഡിവൈസിലേക്ക് എത്തുന്നത്, ഞാൻ എൻജിനീയറിങ്ങിന് ശേഷം NID അഹമ്മദാബാദിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി എൻ്റെ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഹെൽത്ത് കെയർ ആയിരുന്നു ഡൊമെയിൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പോവുകയും അവിടെ ഈ ഡ്രിപ്പ് മോണിറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ റിസർച്ച് ചെയ്ത ഭൂരിഭാഗവും ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിലും ഒരുപാട് രോഗികളുള്ള സമയത്ത് ഒരുപാട് IV ഒരുമിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ മെഡിക്കേഷൻസൊക്കെ യൂഷ്വലി പ്രിസ്ക്രൈബ്ഡ് ആയിരിക്കും. ഇതിനൊരു സ്പെസിഫിക് ആയിട്ടൊരു ഫ്ലോ റേറ്റിലാണ് ഇത് കൊടുക്കേണ്ടതെന്നുണ്ടാവും. ഇത്ര സമയത്തിനകം ഇത് കൊടുക്കണം. 500 എന്ന് പറയുന്നത് എത്ര തുള്ളി ഒരു മിനിറ്റിൽ രോഗിക്ക് കിട്ടണം എന്നുള്ളത്. അതെ, എത്ര തുള്ളി ഒരു മിനിറ്റിൽ രോഗിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ടാവണം ഈ ഒരു ഫ്ലൂയിഡ് ഈ രോഗിക്ക് ഇൻഫ്യൂസ് ചെയ്യേണ്ടത്, ഇത്ര ബോട്ടിൽ ഇൻഫ്യൂസ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് യൂഷ്വലി പറയുന്നത്. അത് മെഡിസിൻ ആവുമ്പോൾ ഇതിൻ്റെ ഫ്ലോ റേറ്റ് കുറച്ചുകൂടി ക്രിട്ടിക്കലാവുകയും അതേപോലെ തന്നെ രോഗിയുടെ വെയിറ്റ്, അവരുടെ കണ്ടീഷൻ, അതൊക്കെ അനുസരിച്ച് ഈ ഫ്ലോ റേറ്റ് പല രോഗികൾക്കും പലതായിരിക്കും. അപ്പോൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ഏതാണ്, ഇതൊക്കെ അനുസരിച്ചാണ് ഇത് പറയുന്നത്. അപ്പം ഇതെല്ലാം ചെയ്യുന്നത് നഴ്സാണ് അല്ലേ? ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇത് മാനേജ് ചെയ്യുന്നതും ഈ മെഡിക്കേഷൻ കൊടുക്കുന്നതെല്ലാം നഴ്സാണ്. ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഈ മെഡിസിൻ കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നഴ്സ് ചെയ്യുന്നത്. അപ്പം ഇത് സാധാരണഗതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുള്ളി നോക്കി ഒരു മിനിറ്റിൽ എത്ര പോകുമെന്ന് കൗണ്ട് ചെയ്തിട്ട് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇൻഫ്യൂഷൻ പമ്പുകളുണ്ട്. അതിന് ഏകദേശം ഒരു 25,000 രൂപയോളം വരും ഒരു പമ്പ്. അപ്പോൾ ഈ പമ്പ് ഉപയോഗിച്ച് നമുക്കിത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു ഡിവൈസ്, പക്ഷേ ഇതിന് വളരെയധികം വിലയുണ്ട്. ഇത് എല്ലാ പേഷ്യൻസിനും ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് നഴ്സുമാർക്ക് എടുത്തുകൊണ്ട് പോയി ഈ ഒരു IV ചേമ്പറിൽ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ഉണ്ടാക്കിയാലോ എന്നുള്ളൊരു ആലോചന മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ IV ചേമ്പറിലേക്ക് ഘടിപ്പിച്ചാൽ ഇത് ഓരോ തുള്ളിയുടെ ഇടയ്ക്കുള്ള സമയം കണ്ടുപിടിച്ചതിന് ശേഷം എത്രയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പീഡ്, തുള്ളിയുടെ സ്പീഡ് എത്രയാണെന്ന് എഴുതി കാണിക്കുകയും അത് നോക്കി നേഴ്സിന് ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ നിലവിലുള്ള സെറ്റപ്പിൽ ഈ തുള്ളിയുടെ എണ്ണമൊക്കെ
അവർ വേറെ രീതിയിലായിരിക്കും അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതെ, കാരണം തുള്ളിയുടെ എഴുതി കാണിക്കുന്ന ഒരു കാര്യം എഴുതി കാണിക്കുന്ന സെറ്റപ്പ് ഇല്ല. അത് കൗണ്ട് ചെയ്ത് വാച്ച് നോക്കി 1 മിനിറ്റിൽ എത്ര തുള്ളി പോകുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് അവരത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൽ ആ തിരിക്കുന്ന ഒരു ചക്രത്തിലൊക്കെ പിടിച്ച്. അതെ അതെ അതെ, അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരം ഇതിൽ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. കറക്റ്റായിട്ട് തന്നെ അത് സെറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു ഉപകരണമാണ് ഡ്രിപ്പോ. അപ്പം ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നേഴ്സിന് പിന്നീട് ചെയ്യേണ്ടി വരുന്നത് ഇതിനകത്ത് വേരിയേഷൻസ് ഉണ്ടായെന്ന് വരാം, അതേപോലെ തന്നെ ബ്ലോക്കായി കിടന്നെന്ന് വരാം. ഇതൊന്നും സാധാരണഗതിയിൽ നമ്മൾ ഇത് നോക്കിയിരുന്നില്ലെങ്കിൽ നമ്മളും അറിയില്ല, പേഷ്യൻസും അറിയില്ല. ചിലപ്പോൾ പേഷ്യൻസ് ഉറങ്ങിപ്പോയെന്ന് വരാം, ചിലപ്പോൾ ബൈസ്റ്റാൻഡേഴ്സ് അവിടെ ഉണ്ടായില്ലെന്ന് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇതൊക്കെ മറന്നു പോകാനും ചിലപ്പോൾ ചില അഡ്വേഴ്സ് ഇവൻറ്റുകളൊക്കെ ഉണ്ടാവാനുമുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നേഴ്സിനെ അറിയിക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് ഈ മോണിറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സപ്പോസ് ഇപ്പോൾ ഒരു ഇൻഫ്യൂഷൻ, ഒരു IV ഇടുന്ന സമയത്ത് നമ്മുടെ ഈ നീഡിൽ വെയിനിൽ നിന്ന് സ്ലിപ്പായി പോവുകയാണെങ്കിൽ ഇത് നേഴ്സിന് അറിയാൻ പറ്റില്ല, കാരണം വന്ന് നോക്കിയാലേ പറ്റുള്ളൂ. പേഷ്യൻസിനും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല, റേറ്റിലുള്ള വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വേരിയേഷൻ നമ്മൾ അറിഞ്ഞെന്ന് വരില്ല. പിന്നീട് അത് ഇൻഫ്യൂഷൻ കുറേ നേരമായി, ചിലപ്പോൾ വെയിനിന് പുറത്തേക്കൊക്കെ ഇൻഫ്യൂഷൻ വന്നതിന് ശേഷമായിരിക്കും, ആ ഫ്ലൂയിഡ് വെയിനിന് പുറത്തേക്കൊക്കെ പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നേഴ്സിന് അറിഞ്ഞാൽ അത് വന്ന് കറക്റ്റ് ചെയ്താൽ അത് പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിക്ക് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ബ്ലോക്കായി ക്ലോട്ടായതിനു ശേഷം പിന്നെ റീഇൻസേർഷൻ, വീണ്ടും വെയിൻ കണ്ടുപിടിച്ച് വേറൊരു സ്ഥലത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ഇങ്ങനെയുള്ളൊരു മോണിറ്ററിങ് ഹെൽപ്പ് ചെയ്യും. അപ്പം അവിടെ നിന്നാണ് ഈ ഡിവൈസ് ഉണ്ടാക്കി വരുന്നത്. പ്രൈമർലി നേഴ്സുമാർക്ക് ഇത് മോണിറ്റർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്റ്റിന് പുറത്താണ് ഈ ഡിവൈസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്പോൾ രോഗിയിലേക്ക് ഘടിപ്പിച്ചു, നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള അതേ ആ ഒരു സെറ്റപ്പിൽ തന്നെയാണല്ലോ. അതായത് നമ്മുടെ ഒരു സ്റ്റാൻഡിൽ ഒരു കുപ്പി തൂക്കിയിടുന്നു, അതിൽ നിന്നും ഒരു ട്യൂബ് വഴി മരുന്ന് എത്തിക്കുന്നു. ഇതിൽ തന്നെയാണ് ഈ എക്സിസ്റ്റിംഗ് കാര്യങ്ങളിൽ തന്നെയാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത്, അല്ല അതിനായിട്ടൊരു പുതിയ ഒരു സെറ്റപ്പൊന്നും വേണ്ടി വരുന്നില്ല എന്നാണ് എൻ്റെ വേറൊരു പ്രത്യേകത. അതെ, അതിനായിട്ട് പുതുതായിട്ട് വേറെ അഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചറോ ഇൻസ്ട്രുമെൻസോ ഒന്നും വേണ്ടി വരുന്നില്ല. ഈ ഡിവൈസ് നമ്മുടെ ഉള്ള IV തന്നെ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗിയുടെ കുപ്പിയിലുള്ള മരുന്ന് തീരുന്നു, ഇത് നഴ്സിന് ഇതെങ്ങനെയാണ് മനസ്സിലാകാൻ പറ്റുക? ഈ ഡിവൈസുകളെല്ലാം തന്നെ വയർലെസ് ആയിട്ട് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. നഴ്സിംഗ് സ്റ്റേഷനിൽ ഒരു റിസീവർ ഉണ്ട്, ആ റിസീവർ ഒരു ഡിസ്പ്ലേയിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ നഴ്സുമാർക്ക് ഓരോ സ്ഥലങ്ങളിലോ ഓരോ റൂമുകളിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ ഓരോ ബെഡിലോ നടക്കുന്ന ഇൻഫ്യൂഷൻ എത്രത്തോളം പോയിട്ടുണ്ടെന്നും അത് എത്ര സമയം കൊണ്ട് കഴിയുമെന്നും അതുപോലെ എത്ര സ്പീഡിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെയുള്ള ഡേറ്റ കാണാൻ പറ്റും. അതിനകത്ത് എന്തെങ്കിലും ബ്ലോക്കോ അതല്ലെങ്കിൽ അത് തീരാനാവുമ്പോഴോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർക്കത് അലാമായിട്ടും ആ ലൈവ് മോണിറ്ററിൽ കിട്ടും. ഓരോ മുറിയിലും കയറി ഇറങ്ങി ഇങ്ങനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല, നഴ്സിംഗ് മോണിറ്ററിൽ തന്നെ നമുക്കെല്ലാം കാണാൻ പറ്റും. അതെ, നഴ്സിംഗ് മോണിറ്ററിൽ തന്നെ എല്ലാം കാണാൻ പറ്റും. അതിലുപരി ഇത് ചെയ്തതിൻ്റെ ഡേറ്റ നഴ്സുമാർക്ക് സ്റ്റോർഡ് ആയിട്ടുണ്ടാവും. അത് അവർക്ക് പേഷ്യൻ്റ് ഡേറ്റ നഴ്സുമാർ ഒരു പരിധിയിൽ കൂടുതൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഈ ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു കയറ്റുന്നതിലായിരിക്കും, EMRലേക്കോ ഒക്കെ അടിച്ചു കയറ്റുന്നതിലായിരിക്കും, അതെ ഡോക്യുമെൻറ്റേഷനിലായിരിക്കും. അപ്പോൾ അത് ഇതിനെടുക്കുന്ന സമയം നമുക്കൊരു പരിധിവരെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ EMRലേക്ക് ഓട്ടോമാറ്റിക്കലി എൻട്രി ചെയ്യാനും സാധിക്കും. ആ പേപ്പർ വർക്കുകളൊക്കെ കുറച്ച് നഴ്സുമാർക്ക് ശരിക്കും പേഷ്യൻ്റ് കെയർ അല്ലേ ശുശ്രൂഷയ്ക്ക് കുറച്ചുകൂടി സമയം മാറ്റി വയ്ക്കാൻ പറ്റും. അതെ അതെ. അപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുന്നു, അതിനുശേഷം ഡിസൈനിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രംഗത്തേക്കാണ് വിഷ്ണു പിന്നെ ചുവടുറപ്പിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹെൽത്ത് സെക്ടറിലേക്ക് വന്നതും? നമുക്കൊരു ആശുപത്രിയിൽ പോയി, അതും ജനറൽ ഹോസ്പിറ്റലിൽ പോയി 1.5 മാസത്തോളം ഇരിക്കുകയാണ് രോഗികളോട് സംസാരിച്ച്, ഡോക്ടർമാരോട് സംസാരിച്ച്. അപ്പോൾ അതെങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു തോന്നൽ വന്നു? സാധാരണ എല്ലാവരെയും പോലെ തന്നെ എൻജിനീയറിങ്ങിന് കിട്ടി എൻജിനീയറിങ് ചെയ്തൊരു ജോലിക്ക് പോകണമെന്ന് തന്നെയാണ് ഞാനും കരുതിയിരുന്നത്. അപ്പോൾ എൻജിനീയറിങ്ങിന് ശേഷമാണ് ഞാൻ ആക്ച്വലി ഡിസൈൻ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നതും അതുപോലെ തന്നെ ഞാൻ കരുതിയിരുന്നത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല സാലറിയൊക്കെ ഉള്ളൊരു ജോലി കിട്ടില്ല എന്നായിരുന്നു. കാരണം ചെറുപ്പത്തിലെ വരയ്ക്കുമെങ്കിലും അതുകൊണ്ടിപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ
ഞാൻ എൻജിനീയറിങ്ങിന് ശേഷമാണ് MDes എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉള്ളതിനെക്കുറിച്ച് അറിയുന്നതും മാസ്റ്റേഴ്സ് ഇൻ ഡിസൈൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉള്ളതിനെ പറ്റി അറിയുന്നതും. അത് IIT-കളിലും പിന്നെ അതേപോലെ തന്നെ NID എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിനു വേണ്ടി ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും പിന്നെ അവിടുത്തെ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഈ ഡിസൈനിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഈ ഡിസൈൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രോഡക്റ്റിനെയോ അതിൻ്റെ ഏസ്തറ്റിക്സിനെ പറ്റി മാത്രമല്ല ചിന്തിക്കുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് ആൾക്കാർക്ക് ഉപയോഗമുള്ള രീതിയിൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് കൂടുതലും ആക്ച്വലി പഠിക്കുന്നത്. ശ്രോതാക്കൾക്കായി NID അഹമ്മദാബാദ് എന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്നറിയപ്പെടുന്ന വിഷ്ണു പഠിച്ച ഈ സ്ഥാപനം അപ്പോൾ എഞ്ചിനീയറിങ്ങിന് IIT-കൾ എങ്ങനെയാണോ അങ്ങനെയാണ് NID ഡിസൈനിന്. കാരണം അതിലേക്ക് കയറി പറ്റുന്നതിനും ഒരു വളരെ കടുത്ത മത്സരമുള്ള ഒരു എൻട്രൻസ് എഴുതണം. അതിൽ നിന്നും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ചുരുക്കം ചിലർക്ക് ഓരോ കോഴ്സിനും അഡ്മിഷൻ കിട്ടുള്ളൂ അല്ലേ? 10-15 പേരായിരിക്കുമല്ലോ ഓരോ ക്ലാസ്സിലും. അതെ, 15 പേരാണ് ഒരു ബാച്ചിൽ ഒരു ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ അവിടെ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുക, അതിൽ ഏറ്റവും ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർക്കാണ് പറ്റുന്നത്. പക്ഷെ അവിടുത്തെ പഠന രീതിയും അവിടുത്തെ അധ്യാപകരുടെ മനോഭാവം എല്ലാം വ്യത്യസ്തമായിരുന്നു അല്ലേ? അതെ, നമ്മൾ സാധാരണ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ എൻജിനീയറിംഗ് കോളേജിൽ കാണുന്നത് പോലെയോ ഒന്നും ആയിരുന്നില്ല. കാരണം NID ഒരു കമ്മ്യൂണിറ്റി ആണെന്നാണ് പറയുന്നത്. അവിടുത്തെ ഫാക്കൽറ്റികളോട് നമ്മൾക്ക് സംസാരിക്കാനുള്ള രീതിയും അതേപോലെ നമ്മളെല്ലാവരും പേരെടുത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം എൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഫാക്കൽറ്റിയുടെ പേര് ജിഗ്നേഷ് എന്നാണ്. അപ്പം ഞാൻ ആളെ ജിഗ്നേഷ് തന്നെയാണ് വിളിക്കുന്നത്. അതെ, പക്ഷെ ആളാണ് ആക്ച്വലി എന്നെ ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നതിലും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനുശേഷവും ഒരു ജോലി കിട്ടുക എന്നുള്ളത് പ്രൈമറിലി ഒരു പേടിയുണ്ടായിരുന്നു. ജോലി ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. ജോലി ചെയ്ത് നമ്മളൊരു കുറച്ച് പൈസ ഉണ്ടാക്കി അത് വെച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ NID-യിൽ പഠിച്ചിരുന്നപ്പോഴും ആ ജോലി വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും വരുന്നത്. എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമുക്ക് ജോലി ആക്ച്വലി നമുക്ക് കിട്ടുന്നത് നമുക്ക് കുറേ സ്കില്ലുള്ളപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തായാലും ഒരു ജോലി ഉറപ്പാണ്. ഒരു സ്ഥലത്തിൻ്റെ ലേബൽ എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്നിരുന്നാലും നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ലേബൽ ഉള്ളത് കൊണ്ടും കൂടിയാണ് ആക്ച്വലി എനിക്ക് ഈ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാകുന്നത്. കാരണം ഇതൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി ക്വിറ്റ് ചെയ്താലും പിന്നീട് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നെനിക്ക് ആക്ച്വലി അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നിരുന്നാലും ഇപ്പോൾ NID-യിൽ നിന്നും വിഷ്ണു പ്ലേസ്ഡ് ആവുന്നത്, ജോലി കിട്ടുന്ന ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ കിട്ടുന്നത് മൈക്രോസോഫ്റ്റ് എന്ന കമ്പനിയിലാണ്. അപ്പോൾ അത് എല്ലാവരുടെയൊക്കെ ഒരു സ്വപ്ന കമ്പനിയാണ്. ഈ വലിയ വലിയ നമ്മൾ ഫാൻ കമ്പനീസ് എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഏറ്റവും ടോപ്പ് ഒരു കമ്പനിയിലാണ്. അവിടെ നമ്മൾ കുറച്ചു കാലം ജോലി ചെയ്യുന്നു, വേണമെങ്കിൽ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യായിരുന്നു, വേറൊരു രീതിയിൽ ജോലി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ അവിടെ നിന്നും ഓക്കെ, സംരംഭകത്വമാണ് എൻ്റെ വഴി, ഞാനൊരു കമ്പനി തുടങ്ങുന്നതാണ് കുറച്ചും കൂടെ നല്ലത് എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ കുറച്ചൊരു ധൈര്യം വേണമല്ലോ. മാത്രമല്ല ഇത് നമ്മുടെ മാത്രം തീരുമാനമല്ല, വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ ഇത് കൺവിൻസ് ചെയ്യിക്കുകയും വേണം. അപ്പോൾ അന്നത്തെ ഒരു 24-25 വയസ്സുകാരന് ഇതിനൊക്കെയുള്ള ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത്? ഇങ്ങനൊരു ആത്മവിശ്വാസം വരുന്നത് കുറേയൊക്കെ എന്നെ ആക്ച്വലി നമ്മുടെ പഠിപ്പിച്ച ഫാക്കൽറ്റീസും ഒക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് നിനക്ക് ഇപ്പോൾ ഈ ഒരു 25 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, അപ്പോൾ നിനക്കൊരു 35 വയസ്സിനകം കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്താൽ മതി. നിനക്കൊരു ജോലി ചെയ്യണമെങ്കിൽ എപ്പോഴും നിനക്ക് ആ ജോലി അവിടെ ഉണ്ടാവും. പക്ഷേ നിനക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നോക്കണമെങ്കിൽ അത് പിന്നീട് 35 വയസ്സായതിനു ശേഷം തിരിഞ്ഞ് നോക്കിയിട്ട് ഓക്കെ അന്ന് ഞാനിത് ചെയ്തില്ല എന്നൊരിക്കലും നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഞാൻ അപ്പോൾ അത് ചെയ്തു തുടങ്ങി, അത് വർക്കായില്ലെങ്കിൽ എനിക്ക് വേറൊരു ജോലിക്ക് എപ്പോഴും കയറാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ എനിക്ക് നിരന്തരമായിട്ട് തോന്നിക്കൊണ്ടിരുന്നത് ഞാൻ പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സാലറി എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നിരുന്നാലും അത് ഒരു പരിധിയിൽ കൂടുതൽ ആ പ്രായത്തിൽ എനിക്ക് സന്തോഷം തന്നിട്ടില്ല. കാരണം ആ പ്രായത്തിൽ എനിക്ക് ആവശ്യത്തിനുള്ളതിൽ കൂടുതൽ ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. ആക്ച്വലി സാലറി കൊണ്ട് കാര്യമുണ്ട്, എന്നിരുന്നാലും നമുക്ക് ആ സമയത്ത് ഓക്കെ എനിക്ക് ഇത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയാം. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റുമായിട്ട് ശ്രീചിത്രയിലെ ടൈമെഡ് സന്ദർശിച്ചിരുന്നു. ശ്രീചിത്ര എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഈ മെഡിക്കൽ ഗവേഷണ രംഗത്തുള്ള ഒരു സ്ഥാപനമാണ്. അതെ. അപ്പം ശ്രീചിത്രയിൽ ടൈമെഡ് എന്ന് പറയുന്ന ഒരു ഇൻക്യുബേറ്റർ 2015 അവസാനത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. ടൈമെഡ്. അപ്പം അവർ മെഡിക്കൽ ഡിവൈസസ് ഡെവലപ്മെൻറ്റിന് കേരളത്തിലുള്ളതും പുറത്തുമായുള്ള സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയതാണ്. ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഇതുപോലെയുള്ള ശൈശവ ദശയിലുള്ള, അതായത് തുടക്കത്തിലുള്ള കമ്പനികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥാപനമാണ്. അതെ, അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ആക്ച്വലി കേരളത്തിൽ സ്റ്റാർട്ടായി വരുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീചിത്രയിലുള്ള ഡോക്ടർമാരോട് സംസാരിച്ചോ ഈ പ്രോഡക്റ്റിനെ കുറിച്ച്? അതെ, ഈ പ്രോഡക്റ്റുമായിട്ടൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു ശ്രീചിത്രയിൽ. അപ്പോൾ ആ പ്രസൻറ്റേഷനിൽ ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി നല്ല ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് ഉപയോഗമുള്ളൊരു സാധനമാണ്, ഇത് ആക്ച്വലി ഉണ്ടാക്കണം എന്ന് ഡോക്ടേഴ്സും പറയുന്നത് എനിക്കൊരു വലിയ വാലിഡേഷനായിരുന്നു. ധൈര്യം തന്നു. ഞാൻ ആ സമയം ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ വീണ്ടും ജോലിക്ക് കയറിയിരുന്നു. അപ്പം സാമ്പത്തികമായിട്ട് അതെ, ഞാൻ ആക്ച്വലി മൈക്രോസോഫ്റ്റിൽ നിന്ന് നിർത്തി കുറച്ച് സമയം വീണ്ടും ഈ പ്രോജക്റ്റ് തന്നെ ഫൈനൽ ഇയർ പ്രോജക്റ്റായിട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും സാമ്പത്തികമായിട്ട് ഞെരുക്കം വന്നപ്പോൾ വീണ്ടും ഒരു ജോലിക്ക് കയറാമെന്ന് തീരുമാനിച്ച് തിരിച്ച് ബാംഗ്ലൂർ പോയി. ജോലി കിട്ടുന്നത് ആക്ച്വലി ഈസിയാണ്. അപ്പം അത് ഈ NIDയുടെ ഒരു പ്രിവിലേജാണ്. അപ്പോൾ ജോലി കിട്ടുന്നത് വളരെ ഈസിയാണ് ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് അവിടെ ജോലി കിട്ടി. ആ ജോലി വളരെ നല്ലതായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത്രയൊക്കെ ചെയ്തതല്ലേ, അപ്പോൾ ഇത് ഫിഗർ ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളത് എനിക്കും വളരെ അത്യാവശ്യമായിട്ട് തോന്നി ആ ഒരു സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോലി രണ്ടാമത് നിർത്താം എന്ന് തീരുമാനിച്ച്. എനിക്കറിയേണ്ടത് വിഷ്ണുവിൻ്റെ വീട്ടുകാർ ഇതെങ്ങനെ എടുത്തു എന്നാണ്. അപ്പോൾ വീട്ടിൽ അച്ഛനോടും അമ്മയോടൊക്കെ ഇത് പറയാണല്ലോ, ഞാൻ വീണ്ടും ജോലി രാജിവെക്കുകയാണ് അറിയില്ല. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരുടെ പ്രതികരണം ആക്ച്വലി എനിക്ക് ആദ്യമേ കമ്പ്യൂട്ടർ കിട്ടുന്നത് 9ാം ക്ലാസ്സിലാണ്. ഞാൻ ഒരുപാട് നിർബന്ധിച്ച് വാങ്ങിയതാണ് വീട്ടിൽ. അപ്പം അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ഞാൻ കമ്പ്യൂട്ടറിൽ സ്വന്തമായി തന്നെ ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫ്ലാഷ്, ആനിമേഷൻ, അതേപോലെ വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ എഡിറ്റിംഗ്, ഇതേപോലുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്തതാണ്. ഈവൻ ഈ ഒരു NID എന്നൊരു സ്ഥാപനത്തെ പറ്റി അറിയുന്നതും എല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ട് ഇൻ്റർനെറ്റ് വഴി കണ്ടുപിടിച്ചതാണ്. അപ്പം അവർക്കും ആ ഒരു വിശ്വാസം എന്നിലുണ്ടായിരുന്നു തോന്നുന്നു. അവർക്ക് എന്നിരുന്നാലും പേടി ഉണ്ടാവണം, എന്നാലും ഓക്കെ ഇവനിത് ഫിഗർ ഔട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവും. കാരണം ഇവൻ ജോലി വേണമെന്നുള്ളപ്പോൾ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് വഴിവട്ടി വന്നവനാണ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ഉള്ളത് കൊണ്ട് വീട്ടുകാരധികം കുഴപ്പമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, നിന്റെ സമയം എടുത്തോളൂ എന്ന് സമ്മതിച്ചു. അതെ, പിന്നെ ഒറ്റയ്ക്ക് വഴിവിട്ട് അങ്ങനെ ഫുള്ളായിട്ട് പറയാനും പറ്റില്ല. കാരണം ഇപ്പം ഞാനത് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം എൻ്റെ വീട്ടിലും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഫൈനാൻഷ്യലി ആക്ച്വലി അവർക്കും അത് വയബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പം എൻ്റെ ഇഷ്ടം ഇതാണ്, ഞാനിത് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റും അത്ര നാളത്തേക്ക്. അല്ലെങ്കിൽ ഞാനിപ്പോൾ 2 വർഷം ഞാനിത് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്നെ ഫൈനാൻഷ്യലി അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ അവരത് പറയാത്തത്. പിന്നെ ഏതാണ്ട് എത്ര കാലം എടുത്തു നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാൻ? ഇത് 2015 രണ്ടാമതും ജോലി രാജിവെച്ച് വന്നതെന്ന് പറഞ്ഞു. അതെ. അതിനുശേഷം 1 വർഷം പ്രോജക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്തു. 2016 ഈ കമ്പനി തുടങ്ങി. അത് സഞ്ജയ്, ശ്രുതി എന്നീ 2 പേരോടൊപ്പമാണ് തുടങ്ങിയത്. ഇവർ 2 പേരും സഹപാഠികളായിരുന്നു. അതെ, ഇവർ 2 പേരും എൻ്റെ കൂടെ തന്നെ എൻജിനീയറിങ് ചെയ്തിരുന്നവരാണ്. അതിനുശേഷം ഒരാൾ മാസ് കമ്മ്യൂണിക്കേഷനിൽ മാസ്റ്റേഴ്സ് ചെയ്യുകയും മറ്റൊരാൾ എൻജിനീയറിങ്ങിൽ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാവരും തന്നെ എനിക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട് ക്യാമ്പസിൽ പല ആക്ടിവിറ്റികളിലുമായിട്ട്. അപ്പോൾ ഞാൻ ഈ കമ്പനി തുടങ്ങുമ്പോൾ അത് ഒറ്റയ്ക്ക് തുടങ്ങുന്നത് എപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാർ ഇവർ 2 പേരും ആയിരുന്നു. അപ്പം അവരെയും കൂടെ ചേർത്താണ് ഈ ഈവ് ലാബ്സ് എന്ന് പറയുന്ന ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തുള്ളിയളക്കും സ്റ്റാർട്ടപ്പ്, രോഗികളിലെ IV ഡ്രിപ്പ്
വയർലെസ്സായി നിരീക്ഷിക്കുന്ന സാങ്കേതികവിദ്യ തയ്യാറാക്കിയ ഈവ് ലാബ്സ് സ്റ്റാർട്ടപ്പിന്റെ സാരഥി വിഷ്ണു എം.എസുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. സഹകരണം അരുൺ സി പ്രകാശ്. യുവവാണി സമാപിക്കുന്നു.